ഹായ് ഹലോ അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ഹനാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി മുട്ട വെച്ച് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ്. അപ്പോൾ അതിനായിട്ട് 2 മുട്ട എടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് മൈദയാണ് ചേർക്കുന്നത്. അരക്കപ്പോളം മൈദ ഇട്ടിട്ടുണ്ട്. മൈദക്ക് പകരമായിട്ട് നമുക്ക് ആട്ടപ്പൊടി ആയാലും ചേർക്കാം കേട്ടോ. പിന്നെ 1/4 ടീസ്പൂണുള്ള ഉപ്പ് ചേർത്തിട്ടുണ്ട്. 1/4 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും എരിവിനായിട്ട് കുരുമുളക് പൊടിയും ചേർത്തിട്ടുണ്ട്. അതും 1/4 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ ബേക്കിംഗ് പൗഡറും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ കുറച്ച്. അപ്പോൾ അതും 1/4 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. എല്ലാം കൂടി നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഈ ബേക്കിംഗ് പൗഡർ ഇല്ലെങ്കിലും നമുക്കത് ഉണ്ടാക്കാൻ പറ്റും. ഞാനിവിടെ കുറച്ച് ഇട്ടുന്നേ ഉള്ളൂ. പിന്നെ 1/4 കപ്പോളം പാലും കൂടി ഒഴിച്ചിട്ടാണ് നന്നായിട്ട് അടിച്ചെടുക്കുന്നത്. അപ്പോൾ ഇതെല്ലാം അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കട്ടിയിലാണുള്ളത്. ഇനി നമുക്കത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ ഇതിൽ നമ്മൾ ഉപ്പൊക്കെ ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യാം. നമ്മൾക്ക് ഈ ഒരു ബാറ്ററിന് പാകത്തിനുള്ള ഉപ്പാണ് റെഡിയാക്കിയിട്ടുള്ളത്. ഇനി നമുക്കിതിനായിട്ട് ഒരു ഫില്ലിങ്ങും കൂടി റെഡിയാക്കാനുണ്ട്. അപ്പോൾ അതിനായിട്ട് ഒരു ചിക്കൻ്റെ ബ്രസ്റ്റ് പീസ് ചോപ്പറിലിട്ടിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി, 1 ടേബിൾ സ്പൂൺ ഇഞ്ചിയും, പിന്നെ 1 ടേബിൾ സ്പൂൺ capsicum, 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് സോയാ സോസും ചേർക്കുന്നുണ്ട്. 1/2 ടേബിൾ സ്പൂണോളം സോയാ സോസും ചേർത്തിട്ടുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂണോളം ബട്ടറാണ് ഇടുന്നത്. പിന്നെ പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് പൊടിഞ്ഞ് കിട്ടിയാൽ തന്നെ മതി. നമ്മൾ ഇതുപോലെ അരച്ചെടുത്തതിന് ശേഷം നമുക്ക് മാറ്റി വെക്കാം. നല്ല ഫൈനായിട്ട് അരയണമെന്നില്ല, ചെറുതായിട്ടൊന്ന് അരഞ്ഞ് കിട്ടിയാൽ മതി. ഇനി പാന് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഈ ഒരു ചിക്കൻ്റെ ഈ ഒരു കീമ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് ഫുള്ളായിട്ട് എടുത്തിട്ട് കേട്ടോ ഞാനിങ്ങനെ ആക്കിയിട്ട് ഫ്രിഡ്ജിൽ ഇങ്ങനെ വെച്ചതാണ്, സ്റ്റോർ ചെയ്ത് വെച്ചതാണ്. അപ്പോൾ നമ്മൾ ആവശ്യത്തിന് അനുസരിച്ചിട്ട് നമുക്കിത് യൂസ് ചെയ്യാം. അപ്പോൾ അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട്, നമ്മൾ നോർമൽ ഓയിൽ ഒഴിച്ചിട്ട് ഇത് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് നന്നായി ഇളക്കിയെടുത്ത് വേവിച്ചെടുക്കുക. അപ്പോൾ ഇതിൽ നല്ലോണം വേവിക്കാനൊന്നുമില്ല, പൊടിയായതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഫ്ലെയിം ഓഫാക്കി ഇത് നല്ലോണം ഒന്ന് പൊടിച്ചെടുക്കുക. ഇതുപോലെ ഒന്ന് കുത്തിയാൽ തന്നെ അത് പൊടിഞ്ഞ് കിട്ടും. അപ്പോൾ ഇനി നമ്മുടെ ഈ ഒരു മിക്സിയിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. അപ്പോൾ ഈ ചിക്കനും ഈ മുട്ടയും കൂടി നന്നായിട്ട് യോജിച്ച് വരണം. അപ്പോൾ അത് മിക്സാക്കിയിട്ട് റെഡിയാക്കി എടുക്കാം. ഇനി ഇത് ഉണ്ടാക്കുന്നത് ഇതുപോലത്തെ നമ്മൾ ഉണ്ണിയപ്പ ചട്ടിയിലാണ് കേട്ടോ. അപ്പോൾ അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് ഓയിലൊന്ന് ചൂടായി വന്ന സമയത്ത് നമുക്കിതിന് ഓരോ സ്പൂൺ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് ഒരു ഭാഗം നല്ല ഗോൾഡൻ കളർ ആകുന്ന സമയത്ത് നമുക്കിത് തിരിച്ചിട്ടിട്ടും കൂടി ഒന്ന് വേവിച്ചെടുക്കാം. നമ്മൾ ഇതിലുള്ള ചിക്കനൊക്കെ വേവിച്ചത് കൊണ്ട് തന്നെ പെട്ടെന്ന് റെഡി ആയിട്ട് കിട്ടും. ഇനി ഒരുപാട് സമയം വേവിച്ചെടുക്കണമെന്നില്ല. അപ്പോൾ ഇതുപോലെ ഒരു ഭാഗവും നല്ലൊരു ഗോൾഡൻ കളറാകുന്നവരെ വേവിച്ചതിന് ശേഷം നമുക്ക് മാറ്റിയെടുക്കാം കേട്ടോ. അപ്പോൾ വൈകുന്നേരം ചായയുടെ കൂടെ കഴിക്കാനും കുട്ടികൾക്ക് ലഞ്ച് ബോക്സിൽ കൊടുത്തു വിടാനും പറ്റിയ ഒരു നല്ല റെസിപ്പിയാണ്. ഇതുപോലെ ഉണ്ടാക്കി നോക്ക്. ഇതുപോലത്തെ വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് റെസിപ്പീസ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവർ കണ്ടു നോക്കണേ. അപ്പോൾ ഇന്നത്തെ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ഫ്രണ്ട്സും ഫാമിലിക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കല്ലേ. ഇനി അടുത്ത നല്ല റെസിപ്പിയുമായി വീണ്ടും വരാം. ബൈ.